കേരളത്തിലെ രണ്ടാം ഭൂപരിഷ്കരണമായി ഡിജിറ്റൽ റീസർവേ മാറും. മന്ത്രി കെ രാജൻ. ഡിജിറ്റൽ റീസർവേയുടെ മൂന്നാം ഘട്ടത്തിന് തുടക്കം. സംസ്ഥാനത്തെ രണ്ടാം ഭൂപരിഷ്കരണമായി ഡിജിറ്റൽ റീസർവേ മാറുന്ന ഘട്ടമാണ് വരുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സർവേ മൂന്നാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചാത്തന്നൂർ ചിറക്കരയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും പരിഹരിക്കുന്ന നാടായി കേരളത്തെ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ഭൂരേഖകളുടെ അവസാനത്തെ സെറ്റിൽമെന്റ് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പാക്കുന്നതിനായി നിയമസഭ ഒരു സെറ്റിൽമെന്റ് ആക്ട് ഉണ്ടാക്കി പ്രഖ്യാപിക്കുവാൻ പോവുകയാണ്. വിവിധ സേവനങ്ങൾ ഉൾപ്പെടുത്തി എന്റെ ഭൂമി എന്ന പേരിൽ സംയോജിത പോർട്ടൽ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമെന്ന അപൂർവ ബഹുമതിയിലേക്ക് കൂടി കേരളം കടക്കുന്നു. ലോകത്തോടൊപ്പം കേരളം നടക്കുന്ന നാളുകളാണിത്. പരാതിരഹിതമായ ഡിജിറ്റൽ റീസർവേ സംവിധാനം നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്തെ ഭൂരേഖകൾക്ക് അന്തിമ തീരുമാനമുണ്ടാകും. ആരുടെയെങ്കിലും ഭൂമിയുടെ അതിര് നിഷ്പ്രയാസം മാറ്റാമെന്ന ധാരണ പൊളിക്കുകയാണ് കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ. ഭൂമി അളന്നു തിട്ടപ്പെടുത്തി റവന്യൂ രേഖകളുടെ ഭാഗമായി മാറിയാൽ ഒരു ഡിജിറ്റൽ വേലി അതിർത്തിക്ക് പുറത്ത് രൂപീകരിക്കപ്പെടുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. വീട്ടിലെ ഒരാൾക്കെങ്കിലും റവന്യൂ സേവനം സ്വന്തം മൊബൈലിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന വിധം 1 വർഷം നീളുന്ന പ്രവർത്തനങ്ങളിലൂടെ റവന്യൂ ഈ സാക്ഷരത കേരളത്തിൽ നടപ്പാക്കും. ATM കാർഡിന്റെ വലിപ്പത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനമായി നവംബറോടെ കേരളത്തെ മാറ്റും. ഒരു 10 സെന്റ് ഭൂമിക്ക് 4 അതിര്, വേലി വേണം, മുള വേണം, കല്ല് വേണം, സിമന്റ് വേണം, കെട്ടിയുണ്ടാക്കിയാൽ മതില് പൊളിച്ചുപോലും അളവ് മാറ്റാൻ പോകുന്ന അപകടകരമായ കയ്യൂക്കിന്റെയും പണാധിപത്യത്തിന്റെയും ഒരു സംസ്കാരം നമുക്കിടയിൽ വളർന്നു വരാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഡിജിറ്റൽ റീസർവേയുടെ ഈ മൂന്നാം ഘട്ട ഉദ്ഘാടനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, കേരളത്തിലെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി അത് റവന്യൂ രേഖകളുടെ ഭാഗമായി മാറിയാൽ ഇനി കുറ്റിയൂരി കനാലിലെറിഞ്ഞത് കൊണ്ട് ആരുടെയും ഭൂമിയുടെ അതിരുമാറ്റാം എന്ന് കരുതണ്ട. 4700-ലധികം താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചാണ് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 6,20,000 ഹെക്ടർ ഭൂമി കൃത്യതയോടെ അളന്നെടുക്കാൻ സർവേ വകുപ്പിനായത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ GS ജയലാൽ MLA അധ്യക്ഷനായി. സർവേയും ഭൂരേഖയും വകുപ്പ് ഡയറക്ടർ സാംബ ശിവറാവു പദ്ധതി വിശദീകരിച്ചു. PS സുബാൽ MLA, ജില്ലാ കളക്ടർ N ദേവിദാസ്, സബ് കളക്ടർ നിശാന്ത് സിംഹാര, ADMG നിർമ്മൽ കുമാർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സലീം, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NK ശ്രീകുമാർ, ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ചന്ദ്രകുമാർ, ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR സജില, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റവന്യൂ സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. കൃത്യതയോടെയും ശാസ്ത്രീയമായും ഭൂമി അളക്കുന്നതിനും വികസന ആവശ്യങ്ങൾക്കായി ഭൂവിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുമായി ആരംഭിച്ച ഡിജിറ്റൽ റീസർവേയുടെ ഒന്നാം ഘട്ടത്തിൽ സർവേ ആരംഭിച്ച 20 വില്ലേജുകളിലെയും രണ്ടാം ഘട്ടത്തിൽ 203 വില്ലേജുകളിലെ 47 വില്ലേജുകളിലും സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജനപക്ഷം ചാത്തന്നൂർ പദ്ധതിയുടെ ഭാഗമായി ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും സ്ഥാപിക്കുന്ന സ്വയം സേവന കിയോസ്കിന്റെ ഉദ്ഘാടനം മീനാട് വില്ലേജ് ഓഫീസിൽ മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.